നമസ്കാരം. സഭാവിശേഷങ്ങളും വാർത്തകളുമായി മാർത്തോമ ന്യൂസ്. മലങ്കര മാർത്തോമ സുറിയാനി സഭ വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വീടുകളുടെ സമർപ്പണം ഓഗസ്റ്റ് 15 നടത്തും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വടുവഞ്ചാലിൽ സംഘടിപ്പിക്കുന്ന സമർപ്പണ സമ്മേളനം സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് മുഖ്യാതിഥിയായിരിക്കും. വടുവഞ്ചാലിൽ സഭ വാങ്ങിയ 3.5 ഏക്കർ ഭൂമിയിലാണ് പുനരധിവാസം ഒരുക്കുക. ദുരന്തത്തിനിരയായ 25 പേർക്കാണ് ഇവിടെ വീട് നിർമ്മിച്ചു നൽകുക. 8 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. ജനങ്ങൾക്ക് അടിസ്ഥാന വൈദ്യ ശുശ്രൂഷ ലഭ്യമാക്കുന്നതിനായി 2 നിലകളോടുകൂടിയ ഹോളിസ്റ്റിക് സെന്റർ നിർമ്മാണവും പുരോഗമിക്കുന്നതായി സഭാ സെക്രട്ടറി റവറന്റ് ഡെബിറ്റി മാമൻ അറിയിച്ചു. രാജ്യ തലസ്ഥാനമായ ജന്തർ മന്ദിറിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിവരുന്ന പ്രതിഷേധ സമരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മാർത്തോമ യുവജന സഖ്യം. പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി എത്രയും വേഗം ഉചിതമായ തീരുമാനം കൈക്കൊള്ളുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് സഖ്യം ജനറൽ സെക്രട്ടറി റവറന്റ് ബൈജു തോമസ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. രാജ്യത്തടുത്ത കാലത്ത് നടന്ന പ്രവേശന പരീക്ഷകളിലെ ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളും വിദ്യാഭ്യാസ മേഖലയിലെ വീഴ്ചകളുമാണ് പ്രതിഷേധത്തിലേക്ക് യുവജനങ്ങളെ നയിച്ചതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ പട്ടത്വ സുവർണ ജൂബിലിയുടെ ഭാഗമായി സഭ ആവിഷ്കരിച്ച അഭയം പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 138ാമത് വീട് കീഴ്വായ്പൂർ കർത്തമാങ്കലിൽ കൂദാശ ചെയ്തു. കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ കൂദാശ കർമ്മം നിർവഹിച്ചു. സഭാ സെക്രട്ടറി റവറന്റ് ഡെബിറ്റി മാമൻ, പദ്ധതി കോർഡിനേറ്റർ റവറന്റ് VS കറിയ, റവറന്റ് PG ജോർജ്, റവറന്റ് ഏബ്രഹാം P ഉമ്മൻ, റവറന്റ് ജേക്കബ് തോമസ്, റവറന്റ് ജോജി ഫിലിപ്പ്, റവറന്റ് ആശിഷ് പ്രസാദ്, എഞ്ചിനീയർമാരായ വർഗീസ് തോമസ്, ശോഷമ വർഗീസ് എന്നിവർ പങ്കെടുത്തു. സഭാ സെക്രട്ടറി റവറന്റ് ഡെബിറ്റി മാമന്റെ സഹധർമ്മിണി കവിതാ മാമൻ കുടുംബസ്വത്തിൽ നിന്നും നൽകിയ ഭൂമിയിലാണ് വീട് നിർമ്മിച്ചത്. അഭയം പദ്ധതിയിൽ 150 വീടുകൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യം. മാർത്തോമ സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ സദാനന്ദപുരത്ത് പ്രവർത്തിക്കുന്ന സീനിയർ സിറ്റിസൺസ് അസിസ്റ്റന്റ് ലിവിംഗ് ഹോമായ സലോഹയുടെ 3ാം ഘട്ട സമർപ്പണം 25 ശനിയാഴ്ച നടത്തും. വൈകുന്നേരം 4 മണിക്ക് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ എന്നിവരുടെ സഹകാർമ്മികത്വത്തിലും കൂദാശ കർമ്മം നിർവഹിക്കും. തുടർന്ന് ചേരുന്ന സമ്മേളനം മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികളും മറ്റു വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കും. 15 സ്യൂട്ടുകളും അനുബന്ധ നിർമ്മാണങ്ങളും അടങ്ങുന്നതാണ് 3ാം നില. ഭദ്രാസന അധ്യക്ഷനും ചെയർമാനുമായ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ, ഭദ്രാസന സെക്രട്ടറിയും ഡയറക്ടറുമായ റവറന്റ് ഷിബു എബ്രഹാം ജോൺ, ട്രഷറർ ജോർജ് പണിക്കർ, കൺവീനർ അരുൺ രാജൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. സനോഹയിൽ നിലവിൽ 36 സ്യൂട്ടുകളാണുള്ളത്. 3ാം നില കൂടെ പൂർത്തിയാകുന്നതോടെ സ്യൂട്ടുകളുടെ എണ്ണം 51 ആകും. 10 ഏക്കർ സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന സനോഹയിൽ ഫ്രൂട്ട്സ് ഗാർഡൻ ഉൾപ്പെടെ വലിയ തോതിൽ കൃഷി ചെയ്യുന്നു. 15 പശുക്കൾ, ആടുകൾ എന്നിവയുടെ ഫാമും പ്രവർത്തിക്കുന്നു. 550 പേർക്കിരിക്കാവുന്ന ഓഡിറ്റോറിയം, 350 പേർക്കിരിക്കാവുന്ന മെസ് ഹാൾ, ഡോർമെട്രി ഉൾപ്പെടെ 150 പേർക്കുള്ള താമസ സൗകര്യം എന്നിവയോട് കൂടിയ ക്യാമ്പ് സെന്റർ നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഡയറക്ടേഴ്സ് ക്വാർട്ടേഴ്സ്, വർക്കേഴ്സ് ക്വാർട്ടേഴ്സ്, ഡയറി ഫാം എന്നിവയും ഇവിടെ സജ്ജമാക്കും. തെരുവ് കച്ചവടക്കാരുടെ ഉപജീവനത്തിന് കരുത്തേകുന്നതിനായി കാർഡ് നടപ്പാക്കുന്ന സ്നേഹത്തണൽ പദ്ധതിയുടെ 3ാം ഘട്ട കുടവിതരണം മല്ലപ്പള്ളി പരിയാരം സെന്റ് ആൻഡ്രൂസ് മാർത്തോമ പള്ളിയിൽ സംഘടിപ്പിച്ചു. മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ കുടകൾ വിതരണം ചെയ്തു. കാർഡ് ഡയറക്ടർ റവറന്റ് ഷിബു സാമുവേൽ അധ്യക്ഷത വഹിച്ചു. റവറന്റ് സജീവ് തോമസ്, റവറന്റ് ഷൈനൻ ജേക്കബ്, മോഡി P ജോർജ് പത്തിയൂർ, ജോസി കുര്യൻ, അഡ്വക്കേറ്റ് ബിനു V ഈപ്പൻ, കുരുവിള മാത്യൂസ് എന്നിവർ പ്രസംഗിച്ചു. തിരുവല്ല മഞ്ഞാടി MTSS UP സ്കൂളിലെ തളിർ എക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചന്ദ്രദിനം ആചരിച്ചു. PTA പ്രസിഡന്റ് ലിജ അജിത്തിന്റെ അധ്യക്ഷതയിൽ പർവ്വതാരോഹക അഡ്വക്കേറ്റ് സീന സാറ മജ്നു ഉദ്ഘാടനം ചെയ്തു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് AV ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ് മിസ്ട്രസ് AA ജാജിമോൾ, നന്ദിത അനന്തു, അനു മേരി ജോൺ, കൺവീനർ അന്നമ്മ T ബേബി എന്നിവർ പ്രസംഗിച്ചു. പോസ്റ്റർ പ്രദർശനം, ക്വിസ് മത്സരം, ശാസ്ത്ര പ്രദർശനം എന്നിവ നടത്തി. മാർത്തോമ സഭയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കാർഡ് സംഘടിപ്പിക്കുന്ന വായനയാണ് ലഹരി ക്യാമ്പയിൻ തിരുവല്ല SES ഹൈസ്കൂളിലും SES ഹയർ സെക്കൻഡറി സ്കൂളിലും സംഘടിപ്പിച്ചു. SES ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പയിൻ മാർത്തോമ സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ജോജി തോമസ് ഉദ്ഘാടനം ചെയ്തു. വായനയെ ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമാക്കുവാൻ ഓരോ വിദ്യാർത്ഥിയും പ്രതിജ്ഞാബദ്ധരാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യക്തിത്വ വികസനത്തിനും ചിന്താശേഷി വളർത്തുന്നതിനും വായന ഏറ്റവും ഫലപ്രദമായ മാർഗമാണെന്ന് അധ്യക്ഷത വഹിച്ച കാർഡ് ഡയറക്ടർ റവറന്റ് ഷിബു സാമുവേൽ അഭിപ്രായപ്പെട്ടു. കാർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറന്റ് ഷൈനൻ ജേക്കബ്, സ്കൂൾ പ്രിൻസിപ്പൽ ജിജി മാത്യൂസ് കറിയ എന്നിവർ പ്രസംഗിച്ചു. തിരുവല്ല SES ഹൈസ്കൂളിൽ മുൻ പ്രധാനാധ്യാപകൻ ജോസഫ് ചാക്കോ ഉദ്ഘാടനം ചെയ്തു. പ്രഥമാധ്യാപക ആൻസി M അച്ചൻകുഞ്ഞ്, അധ്യാപക ഷിമോനി ഏബൽ എന്നിവർ പ്രസംഗിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ സ്റ്റീഫൻസൺ ജേക്കബ് പരിപാടികൾ ഏകോപിപ്പിച്ചു.
മാർത്തോമ സഭ കുന്നംകുളം മലബാർ ഭദ്രാസന അസംബ്ലി ഓഗസ്റ്റ് 1 കോഴിക്കോട് സെന്റ് പോൾസ് മാർത്തോമ പള്ളിയിൽ നടത്തും. രാവിലെ 10 ആരംഭിക്കുന്ന സമ്മേളനത്തിൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. ഭദ്രാസന സെക്രട്ടറി റവറന്റ് സജു ബി ജോൺ വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും, ട്രഷറർ ജീമോൻ മണലുകാലായിൽ ബജറ്റും അവതരിപ്പിക്കും. മധ്യപ്രദേശിലെ ഷിപ്രയിൽ ക്രിസ്ത്യൻ ഏജൻസി ഫോർ റൂറൽ ഡെവലപ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ച ലക്ഷ്യമാക്കി ആധുനിക സൗകര്യങ്ങൾ ആരംഭിച്ചു. നവീകരിച്ച ലൈബ്രറി, സ്റ്റുഡൻസ് എൻറിച്ച്മെന്റ് സെന്റർ, സ്റ്റുഡൻസ് ആക്ടിവിറ്റി റൂം, ലോജിസ്റ്റിക്സ് ഓഫീസ്, പുതിയ സ്കൂൾ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് എന്നിവയുടെ ഉദ്ഘാടനം സ്കൂൾ ക്യാമ്പസിൽ നടന്നു. ആക്ടിവിറ്റി റൂമിന്റെ ഉദ്ഘാടനം കാർഡ് ഡയറക്ടർ റവറൻ ഷിബു സാമുവലും നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഷൈനൻ ജേക്കബും നിർവഹിച്ചു. സ്റ്റുഡൻസ് എൻറിച്ച്മെന്റ് സെന്റർ കാർഡ് ട്രഷറർ VT ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പുതിയ സ്കൂൾ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് കാർഡ് ഡയറക്ടർ റവറൻ ഷിബു സാമുവൽ നിർവഹിച്ചു. ലോജിസ്റ്റിക്സ് ഓഫീസിന്റെ ഉദ്ഘാടനം ഓഫീസ് സൂപ്രണ്ടന്റ് ഷാജി തോമസ് നിർവഹിക്കുകയുണ്ടായി. സ്കൂൾ മാനേജർ റവറൻ റിജു തോമസ് ജോൺ, പ്രിൻസിപ്പൽ റിൻറ്റു എൽസ തോമസ് എന്നിവർ പങ്കെടുത്തു. കാർഡിന്റെ ആഭിമുഖ്യത്തിൽ തിരുവല്ല കാർഡ് ബെറ്റർ ഹോമിൽ സംഘടിപ്പിച്ച 3 ദിവസത്തെ കരകൗശല പ്രദർശനവും നിർമ്മാണ ബോധവൽക്കരണ പരിശീലനവും സമാപിച്ചു. കാർഡ് ഡയറക്ടർ റവറൻ ഷിബു സാമുവൽ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഷൈനൻ ജേക്കബ്, പ്രോഗ്രാം കോർഡിനേറ്റർ റിബു തോമസ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിന്റെ പരമ്പരാഗത കലാരൂപമായ നെറ്റിപ്പട്ടം നിർമ്മാണത്തിൽ പ്രായോഗിക പരിശീലനവും പരിപാടിയുടെ ഭാഗമായി നൽകി. മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ സജീവ് പെരുന്നാട് നേതൃത്വം നൽകി. കൂടുതൽ സഭാവിശേഷങ്ങളും വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ഷാലോം.